നോമിനേഷൻ ലിസ്റ്റിൽ വന്ന 13 പേർക്കായുള്ള വോട്ടിംഗ് വൈകുന്നേരമായപ്പോഴത്തേക്കും വളരെ വലിയ തോതിൽ തന്നെ അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് ട്രെൻഡാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ് അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത്. തുടക്കത്തിൽ അതായത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു വൈകുന്നേര സമയത്ത് നോക്കുമ്പോഴത്തേക്കും വോട്ടിംഗ് ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ്. അനുമോൾക്ക് നിലവിൽ 10,636 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. അനുമോളുടെ വോട്ടിൽ ഒരു കുറവ് സംഭവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് അനീഷിന്റെ വോട്ടിൽ ഒരു കുതിപ്പ് സംഭവിക്കുകയും ചെയ്യുകയാണ്. അതായത് 10,548 വോട്ടുകൾ അനീഷ് നേടിയിരിക്കുന്നു. തൊട്ടു പിന്നിലായി തന്നെ അനീഷ് ഉണ്ട്. അതായത് ഒരു കടുത്ത പോരാട്ടം അനുവും അനീഷും തമ്മിൽ നടക്കുകയാണ്. അനുവിന്റെ വോട്ട് കുറയുന്നു, അനീഷിന്റെ വോട്ട് കൂടുകയും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. മൂന്നാം സ്ഥാനത്ത് ആദിലയാണ് നിൽക്കുന്നത്. 9,187 വോട്ടുകളാണ് ആദില നേടിയിരിക്കുന്നത്. നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബറാണ്. 8,678 വോട്ടുകൾ അക്ബർ നേടിയിരിക്കുന്നു. അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യനാണ്. ആര്യൻ നേടിയിരിക്കുന്ന വോട്ടുകൾ 8,249 വോട്ടുകളാണ്. ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ബിന്നിയാണ്. 7,679 വോട്ടുകളാണ് ബിന്നി ഇതുവരെ നേടിയിരിക്കുന്നത്. ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് റണ ഫാത്തിമയാണ്. 7,148 വോട്ടുകൾ നേടിയിരിക്കുന്നു. നിലവിൽ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നെവിനാണ്. 6,946 വോട്ടുകളാണ് നെവിൻ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ ലക്ഷ്മിയാണ്. 6,146 വോട്ടുകൾ നേടിയിരിക്കുന്നു. പത്താം സ്ഥാനത്ത് മസ്താനി നിൽക്കുന്നു. 5,956 വോട്ടുകളാണ് മസ്താനി നേടിയിരിക്കുന്നത്. പയ്യെ സ്ഥാനം മെച്ചപ്പെടുത്തി വരികയാണ് മസ്താനി. 11ാം സ്ഥാനത്ത് ഇപ്പോൾ അഭിലാഷ് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അഭിലാഷിന്റെ വോട്ട് കുറയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ 12ാം സ്ഥാനത്ത് സാബു മാനാണ്. 5,136 വോട്ടുകളാണ് സാബു നേടിയിരിക്കുന്നത്. 13ാം സ്ഥാനത്ത് നിൽക്കുന്നത് പ്രവീണാണ്. 4,846 വോട്ടുകളാണ് പ്രവീൺ ഇതുവരെ നേടിയിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് ഇപ്പോഴും പ്രവീൺ തന്നെയാണ്. മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരും മണിക്കൂറുകളിൽ ടെസ്റ്റുകൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പല വോട്ടിംഗ് നോക്കുമ്പോഴത്തേക്കും പലരുടെയും സ്ഥാനങ്ങൾ നോക്കുമ്പോഴത്തേക്കും വോട്ടിംഗ് ഡിഫറൻസ് വളരെ ചുരുങ്ങിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും സംഭവിക്കും. സ്ഥാനങ്ങൾ ഇനിയും മാറി പറയുന്ന കാര്യത്തിൽ സംശയമില്ല. അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തുതരം ടെസ്റ്റ് സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയണം. അതോടൊപ്പം തന്നെ വീണ്ടും വോട്ടിംഗ് അപ്ഡേറ്റുമായി വരും വരയ്ക്കും ബൈ.